ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ആലപ്പുഴ ബീച്ചിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അവതാർ വേൾഡ് ഫാൻറ്റസി ഇല്യൂഷൻ പാർക്ക് പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വലിയവർക്കാണെങ്കിൽ 120 രൂപയാണ് ഫീസ്, കൊച്ചു പിള്ളേർക്ക് 80 രൂപ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പം നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ആദ്യം തന്നെ കയറുന്ന സമയത്ത് പൂക്കളുടെ ഒരു സെക്ഷനാണ് കാണുന്നത്. പല കളറിലുള്ള നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. നമുക്കവിടെ അവരെ കൊണ്ട് തന്നെ ഫോട്ടോ എടുപ്പിക്കാനായിട്ടും സാധിക്കും. അവിടെ കുറേ പേര് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ഒറിജിനൽ പൂവായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. എങ്കിലും കാണാനായിട്ട് നല്ല രസമുണ്ട്. പല കളറിലുള്ള പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അവർ പ്രത്യേകം അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിലൊന്നും തൊടരുതെന്ന്. അപ്പം നമുക്കതൊന്നും തൊടാനായിട്ട് സാധിക്കത്തില്ല. അവിടെ എപ്പോഴും നോക്കാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം നമ്മൾ പൂക്കളുടെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്തതായിട്ടൊരു ടണലിൽ കൂടിയാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് 2 സൈഡിലായിട്ട് അവർ അക്വേറിയമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുമ്പോഴേ ഒരു പാറക്കെട്ടിനുള്ളിലൂടെ അല്ലെങ്കിൽ തുരങ്കത്തിലൂടെയൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് ആണ്. പല തരത്തിലുള്ള മീനുകളുണ്ട്, നല്ല ഭംഗിയാണ്. അപ്പം നിങ്ങൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. അങ്ങനെ നമ്മൾ മീനിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അടുത്തതായിട്ട് ലുട്ടാപ്പിയും കുട്ടൂസനെയും ഡാഗിനെയും കൂടി കുന്തത്തിൽ ഇങ്ങനെ പോകുന്നത് നല്ല റെഡ് കളറിലെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ഈജിപ്തിലെ പിരമിഡാണ്. അത് വെള്ളപ്പൊക്കത്തിൽ എങ്ങനെ ഇരിക്കുമെന്നാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അടുത്തതായിട്ട് റെഡ് ഫോർട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും വെള്ളത്തിനുള്ളിലായിട്ടാണ്. വെള്ളം കയറുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നാണ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊന്നുമല്ല മെയിൻ കാഴ്ചകൾ. നമ്മൾ അവതാറിൻ്റെ ഇല്യൂഷൻ പാർക്ക് അതിലേക്ക് കയറുമ്പോൾ നല്ല രസമാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണിത്. അതിനുശേഷം നമ്മൾ ചെല്ലുന്ന സമയത്ത് വലിയ ടാങ്കുകളിലായിട്ട് മീനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് പല കളറിൽ റെഡ്, ഗ്രീന്, യെല്ലോ അങ്ങനെ പല കളറിലുള്ള മീനുകളെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വലിയ ടാങ്കിലാണ്. ഇത് തന്നെ അവർ
പല പല കളറിലുള്ള മീനുകളെ വെവ്വേറെ സെറ്റാക്കി ഓരോ ചെറിയ ടാങ്കുകളിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. അതുകൂട്ട് ഭംഗിയാണ്. കണ്ടില്ലേ, ആദ്യത്തെ ടാങ്കിൽ നല്ല ഗ്രീൻ കളറിൽ നല്ല അടിപൊളി മീനാണ്. ഈ മീനിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അടുത്തതായിട്ട് അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആദവും ഹവ്വയും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പഴത്തോട്ടത്തിനുള്ളിൽ അവരിയ്ക്കുന്നത്. അടുത്തതായിട്ട് ഒരു വലിയ ക്രിസ്മസ് ട്രീയുടെ കണക്കിന് നല്ല ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നിറയെ സ്റ്റാറൊക്കെ ഇട്ട് നമുക്കവിടെ നിന്നിട്ട് സെൽഫിയും ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് സൂപ്പറാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അടുത്തതായിട്ട് ഇന്ത്യയുടെ റോക്കറ്റും നമ്മുടെ ഇന്ത്യക്കാർ 2 പേര് ചന്ദ്രനിൽ പോയി ഇറങ്ങുന്ന ആ ഒരു ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ അന്യഗ്രഹ ജീവികളും അവരുടെ പേടകവും ഒക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അവിടെ ആ ഒരു ലൈറ്റ് സെറ്റിങ്ങും നല്ല രസമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും കാഴ്ചകൾക്ക് ശേഷമാണ് അവതാർ വേൾഡ് ഇല്യൂഷൻ പാർക്കിലേക്ക് കയറുന്നത്. അപ്പം നല്ല രസമാണ്. ആ കാഴ്ചകളൂടെ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് പോയോ. അപ്പം നമ്മളിതെല്ലാം കണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഫുഡിൻ്റെയും പിന്നെ പുസ്തകങ്ങൾ, അങ്ങനെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെയാണ്. ഐസ്ക്രീം, പോപ്കോണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വാങ്ങാനായിട്ട്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അച്ചാറുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് എത്ര വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. പിന്നെ പലതരത്തിലുള്ള പായസം, ഹലുവ, പഴയകാല മുട്ടായികൾ,
അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വാങ്ങിക്കാനായിട്ട്. ദോശക്കല്ലുണ്ട്. കുറേ വാങ്ങി ആയുർവേദ പൊതുവിൽ ഞാൻ 2 പാക്കറ്റ് തിരിയൊരു ചട്ടി കൂടി